എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി സ്നാക്കാണ് ബദാം പൂരി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ഞാൻ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. ഈ മൈദയിലോട്ട് 2-3 നുള്ളു ഉപ്പ് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നല്ലതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുമല്ലോ, അതേ രീതിയിൽ ഇതൊന്ന് കുഴിച്ചെടുക്കണം. കുഴിച്ചെടുത്ത ഈ മാവുണ്ടല്ലോ നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഇനി സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നോക്കി ഇത് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയം നമുക്കിതിലോട്ട് ഒരു 3 ഏലക്ക ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നൂൽ പരുവത്തിൽ വേണം ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. ഇതുപോലെ ഒട്ടുന്ന ഒരു പരുവമാവുമല്ലോ. അത് നോക്കിക്കേ, ഇതേ രീതിയിലാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ സിറപ്പ് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് കുഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ചെറിയ ചെറിയ ബോൾസായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. പൂരിക്കൊക്കെ നമ്മൾ മാവ് എടുക്കുമല്ലോ, അത്രയും വലിപ്പത്തിൽ ഓരോന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതേ രീതിയിൽ നമുക്ക് ഈ മാവെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാ മാവും നമ്മൾ ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ടെടുത്ത് നമുക്കൊന്ന് പരത്താം. മൈദയിലൊന്ന് മുക്കിയെടുത്തിട്ട് കട്ടി കുറച്ച് ഇതൊന്ന് പരത്തിയെടുക്കണം. എത്രമാത്രം കട്ടി കുറയ്ക്കാം അത്രയും കട്ടി കുറച്ച് ഇതൊന്ന് പരത്തണം. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇതേ രീതിയിൽ ആദ്യം ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ വീണ്ടും ഇതുപോലെ കോൺ ഷേപ്പിൽ ഒന്ന് മടക്കണം. എന്നിട്ട് 2 മൂലയുണ്ടല്ലോ ഇതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് പരത്തണം. ഇതേ രീതിയിൽ ഈ സൈഡ് മാത്രം ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ലെയറായിട്ടിരിക്കുന്ന അരികു പരത്തരുത് കേട്ടോ. ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഒരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഇത്രയും മതി. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മുക്കിയെടുക്കാം. ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കിഴുത്തുള്ള ഒരു തവി ഉപയോഗിച്ചിട്ട് കോരിയെടുക്കുകയാണെങ്കിൽ ആ അധികമുള്ള സിറപ്പ് ഊറിപ്പൊക്കോളും. ഇതേ രീതിയിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഒരാഴ്ചയോളം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷുഗർ സിറപ്പിലിട്ട് എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.